നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച തന്നെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു സദസ്സ്. അവിടെ നിന്നും റോഡ് വരെ ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും എടക്കരയിലേക്ക് പോകുന്ന പാതയുടെ ഇരുവശങ്ങളടക്കം പൂർണ്ണമായും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് സമീപത്തുള്ള മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് അടക്കം ഇപ്പോൾ ആളുകൾ കയറി തുടങ്ങിയിരിക്കുന്നു. ആ രീതിയിൽ തന്നെ രാഷ്ട്രീയമായ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൾക്കൂട്ടത്തെ എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രാഥമിക വിജയം പി വി അൻവർ നേടിയിരിക്കുന്നു. ഇനി രാഷ്ട്രീയ വിശദീകരണത്തോടെ ഇന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തും. മലപ്പുറം ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഈ മോഹൻദാസിനെതിരെയുള്ള ചില കാര്യങ്ങൾ കൂടി താൻ ഇന്നിവിടെ ഈ വേദിയിൽ വെച്ച് വെളിപ്പെടുത്തുമെന്നാണ് പി വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ക്രീനും ഈ വേദിയിലൊപ്പം തന്നെ പി വി അൻവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ പി വി അൻവർ ഇവിടേക്ക് എത്തുന്നത്. അൻവർ നേരത്തെ പറഞ്ഞതുപോലെ 50 ഇല്ലെങ്കിൽ 200 ഒന്നുമല്ല, അതിൻ്റെയൊക്കെ 10ഉം 20ഉം ഇരട്ടി ആളുകളെ ഇപ്പോൾ തന്നെ ഈ വേദിയിലേക്ക് എത്തിക്കാൻ അൻവർ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഇനി അൻവറിൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനം ഇത് അൻവറിന് കൂടുതൽ ഊർജ്ജം നൽകുന്ന ഒരു വേദിയായി മാറിയിരിക്കുന്നു. നേരത്തെ തന്നെ അൻവർ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. പാർട്ടി പുറത്താക്കിയതോടെ തൻ്റെ പരിമിതികളും പ്രതിബന്ധങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഇനി താൻ ഒരു തീപ്പന്തമാവാൻ പോകുന്നു എന്നുള്ളതാണ്. ആ തീപ്പന്തത്തിനാണോ ഇനി നിലമ്പൂർ ചന്തക്കുന്നതിന് സാക്ഷിയാവാൻ പോകുന്നത് എന്നുള്ളതും നമ്മൾ കാത്തിരുന്നു കാണുന്നു. അതിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. കൃത്യം 6:30 തന്നെ പി വി അൻവർ വേദിയിലേക്ക് എത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളെ നിയന്ത്രിക്കാനാണ് ഇപ്പോൾ ഇവിടെയുള്ള ഒപ്പമുള്ള ആളുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അൻവറിൻ്റെ ഫോട്ടോയൊക്കെ തൂക്കി വന്ന ആളുകളുമുണ്ട്. അത്തരത്തിൽ എന്താണ് ഇപ്പോൾ അൻവറിന് ഇങ്ങനെ പിന്തുണമായി വരാൻ കാരണം? അൻവർ നമ്മളെ ഒത്തിരി വേണ്ടപ്പെട്ട ആളാണ്. പിന്നെ അൻവറിനോടുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ ഇടവണ്ണ റീതാൻ ബാസിൽ വധക്കേസിൽ അത് വീണ്ടും റീ അന്വേഷണം കൊണ്ടുവന്ന ആളാണ്. ഇപ്പോൾ പോലീസ് പറയുന്നത് എന്താ, ഒരു വിശ്വാസയോഗ്യമായ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ടാണ്. ഇതുവരെ കിട്ടാത്ത തെളിവ് എന്തുകൊണ്ടാണ് ഇപ്പോൾ കിട്ടിയത്? അത് അൻവർ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ ശരിയാണ്. തീർച്ചയായും ശരിയാണ്. അൻവറും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. നേരത്തെ അൻവറിനൊപ്പം തന്നെ പ്രവർത്തിച്ചിരുന്നു. അത് ആദ്യം CPMൻ്റെ അനുഭവമായിരുന്നു. ഇപ്പം അൻവറിൻ്റെ കൂടെ. CPM അനുഭവം ഇപ്പം അല്ല. ഇപ്പം അൻവറിൻ്റെ കൂടെ. എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളൊക്കെ? ഞാൻ അരീക്കോട്. എന്താണ് ഇപ്പോൾ ഇതിലിങ്ങനെ ഇത്ര പങ്കെടുക്കാൻ വരാൻ കാരണം? ഇല്ല, കുറേ ആരോപണങ്ങൾ അൻവറാക്ക ഉന്നയിച്ച് അതിനൊന്നും ഒരു മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ഒരു പാർട്ടി മെമ്പറായിനി, CPMൻ്റെ പാർട്ടി മെമ്പർ. ഏത് ബ്രാഞ്ചിൽ? ഞാൻ അരീക്കോട് തെരട്ടമ്മൽ ബ്രാഞ്ചിൽ ബ്രാഞ്ച് മെമ്പറായിനി. ഇപ്പം പാർട്ടിനോട് വെറുത്ത്, കാരണം ഒരു കാര്യമില്ല. ഇപ്പം താഴെ കടയിലുള്ള ആൾക്കാർക്ക് ഒരു ഇതും ചെയ്യില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ അതിൽ നിന്നിട്ട് കാര്യമല്ല. അപ്പം അൻവറാക്കാൻ്റെ ഒപ്പം നിന്നാണ്. ഞങ്ങൾ കാവന്നൂരിൽ നിന്നാണ്. ഒരു MLAക്ക് പോലും ഈ ഭരണകൂടത്തിൽ നിന്ന് നീതി കിട്ടണില്ലെങ്കിൽ സാധാരണക്കാർക്ക് പിന്നെ എന്താ ഇവിടെ നിന്ന് കിട്ടുക? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു MLA അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കല്ലേ വേണ്ടത്, അല്ലാതെ അയാളെ പുറത്താക്കുകയാണോ ചെയ്യേണ്ടത്? അദ്ദേഹത്തെ ഒരുപാട് വികസനങ്ങൾ ചെയ്തൊരു MLA ആണ് അൻവർ. നമ്മളറിയണ ജനങ്ങൾ അൻവറിന്റെ കൂടെ ഉണ്ടാവും ഏത് കാലത്തും. ഈ കാര്യത്തിൽ ഈ നിലപാടിന് അൻവറിന്റെ കൂടെയാണ്. ഈ നിലപാടിന് അൻവറിന്റെ കൂടെ അമ്മഷാക്കി അമ്മായിയും ഇപ്പം ഉണ്ടാക്കുന്ന ഒരു സ്വല്ലാണ് അവര് മരോനും. ശരിക്കും പാർട്ടി ഉണ്ടാക്കേണ്ടി ഇന്നമാതിരി ശരിക്കും PV അൻവർ ഇന്ന് ഇവിടെ ഒരു പാർട്ടി ഉണ്ടാക്കണം. കാരണം കരുണാകരന് പറ്റിയ പോലത്തെ വെച്ചാൽ അന്ന് പാർട്ടി ഉണ്ടാക്കാതെ പിന്നീട് പാർട്ടി ഇതായി. അത് ശരിക്കും ആ പാർട്ടി ശരിക്കും PV അൻവർ ഞാൻ വിനീതനായ സുബൈർ മഠത്തിൽ വാണേമ്പലം. ഇത്തരത്തിൽ ജില്ലയിൽ നിന്ന് പല തരത്തിൽ എവിടെ നിന്ന്? ഞാൻ അരീക്കോട് പത്തനാപുരം താമസില്ല. ഞാൻ ഒറിജിനൽ കോൺഗ്രസ്സുകാരനാണ്. അൻവർ പാർട്ടി ഉണ്ടാക്കാൻ കൂടെ നിൽക്കാൻ തയ്യാറാണ്. കോൺഗ്രസ് കൂടെ അൻവറിൻ്റെ കൂടെ DIC ഉണ്ടായിരുന്ന ആളായിരുന്നു. DIC അൻവർ സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ മണ്ഡലം നിങ്ങൾ പോയിരുന്നു. ഞാൻ അൻവറിന് കഴിഞ്ഞ പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പം വോട്ട് ചെയ്തിരുന്നു. പാർലമെന്റിലേക്ക് ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു. അതിൽ പാർട്ടിയിൽ ഒരു എതിർപ്പുണ്ടായിരുന്നു. ഇപ്പോഴും പാർട്ടിയിൽ എതിർപ്പുണ്ട്. ഇപ്പം വിളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ രീതിയിലാണ് വലിയ തോതിൽ. എവിടെ നിന്ന് വരുന്നത്? ഞാൻ പാണ്ടിക്കാട്. PV അൻവർ നല്ലൊരു നേതാവാണ്. സാധാരണക്കാരെ എപ്പോഴും നോക്കണ ഒരു നേതാവ്. പാർട്ടി പ്രവർത്തിച്ചിരുന്നു. ഞാൻ CPM അനുഭാവിയാണ്. അതായത് കാര്യം പറഞ്ഞവന് കഞ്ഞിയില്ല, കാര്യം പറയുന്നവന് കഞ്ഞിയില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ CPM എടുത്തിരിക്കണത്. അയാൾ കാര്യം പറഞ്ഞു, അപ്പോൾ അവർക്ക് പറ്റിയില്ല. അതിനെ ഇപ്പം സംഭവിച്ചത്. എന്തായാലും ഈ ബിനിൽ ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൻവർ എന്താണ് ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അൻവറെ കൊണ്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും രാഷ്ട്രീയമായി തന്നെ അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ ശരിവെക്കുന്ന വലിയൊരു ആൾക്കൂട്ടം തൻ്റെ ചുറ്റുമുണ്ട് എന്നുള്ളത്, ഇല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് താൻ ഇറങ്ങാൻ പോകുന്നു എന്നായിരുന്നു പി വി അൻവർ നടത്തിയ പ്രഖ്യാപനം. ആ രീതിയിൽ വലിയൊരു ആൾക്കൂട്ടത്തെ സാധാരണക്കാരടക്കം പാർട്ടി പ്രവർത്തകരായിരുന്ന ആളുകൾ, പാർട്ടി അനുഭാവികളായിരുന്ന ആളുകൾ, മറ്റ് കോൺഗ്രസിലെയും ലീഗിലെയും അടക്കം മറ്റു കക്ഷികളുണ്ടായിരുന്ന ആളുകളടക്കം പി വി അൻവറെ കേൾക്കാനും പി വി അൻവറെ പിന്തുണയ്ക്കാനും അതുപോലെ തന്നെ പി വി അൻവറിനെ
വിലയിരുത്താനും ഇത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ആൾക്കൂട്ടം വലിയൊരു രീതിയിലേക്ക് ഈ വേദിയെ നിറച്ച് റോഡിലേക്ക് ഒഴുകിയെത്തുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അതിനോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ വേദി സന്ദർശിക്കാനെത്തിയപ്പോൾ പി വി അൻവർ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു. താനൊരു ഫോൺ വിളിച്ചാൽ നിലമ്പൂരിലെ പല LDF ഭരിക്കുന്ന പഞ്ചായത്തുകളും താഴെ വീഴുമെന്നായിരുന്നു പി വി അൻവർ പ്രഖ്യാപനം. ആ രീതിയിൽ തന്നെ നിലമ്പൂരിന് പുറമേയുള്ള ആളുകളെ കൂടി ഈ വേദിയിലേക്ക് എത്തിച്ചുകൊണ്ട് അൻവർ ആ രീതിയിൽ തന്നെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി ഇതിനെ എങ്ങനെയാണ് പാർട്ടി പ്രതിരോധിക്കാൻ പോകുന്നത് എന്നുള്ളതും കാത്തിരുന്ന് കാണണം. അൻവർ തൊട്ട് പിന്നാലെ